ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. ഇന്നത്തെ നമ്മുടെ വായനാ ഭാഗം പുറപ്പാട് പുസ്തകം 9 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം ഉൽപ്പത്തി 24 അധ്യായം 63 വാക്യം. വൈകുന്നേരത്ത് ഇസഹാക്ക് ധ്യാനിപ്പാൻ വെളിമ്പ്രദേശത്ത് പോയിരുന്നു. അബ്രഹാമിന് സാറായിൽ ജനിച്ച ഏക മകനും വാഗ്ദത്ത സന്തതിയുമായിരുന്നു ഇസഹാക്ക്. മകൻ ജനിക്കുമ്പോൾ അബ്രഹാമിന് 100 വയസ്സും സാറായ്ക്ക് 90 വയസ്സും ഉണ്ടായിരുന്നു. എന്നാൽ ഹാഗാറിൻ്റെ മകനായ ഇസ്മായേലിന് അന്ന് 14 വയസ്സും പ്രായമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇസഹാക്ക് എന്ന പേരിൻ്റെ അർത്ഥം പുഞ്ചിരി തൂകുക, കളിയാക്കുക, ഓമനിക്കുക എന്നെല്ലാമാണ്. അബ്രഹാമിന് ഹാഗാറിൽ ജനിച്ച ഇസ്മായേൽ കൂടാതെ സാറായുടെ മരണശേഷം ഭാര്യയായി സ്വീകരിച്ച കെതൂറായിലും മറ്റ് വെപ്പാട്ടികളിലും ആയി ആൺമക്കൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇസഹാക്കിനെയാണ് യഥാർത്ഥ പുത്രൻ്റെ സ്ഥാനത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇസഹാക്കിൻ്റെ ബാല്യകാല സംഭവങ്ങൾ തീരെ കുറച്ചു മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുള്ളൂ. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെയെന്ന് ഒന്നും അറിയാതെ ബാലൻ തൻ്റെ പിതാവിനോട് ചോദിക്കുന്നുണ്ട്. പിതാവിൽ പരിപൂർണ വിശ്വാസമർപ്പിച്ച ബാലനായിരുന്നു ഇസഹാക്ക് എന്ന് നമുക്ക് കരുതാം. ഈ പ്രഭാതത്തിൽ ഇസഹാക്കിൻ്റെ ചില മാതൃകകൾ നമുക്ക് അനുകരിക്കാം. ഒന്നാമതായിട്ട് ഇസഹാക്കിൻ്റെ ആരാധനാ ജീവിതം. ഇസഹാക്ക് ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു. ചെറുപ്പം മുതലേ അതിരാവിലെ എഴുന്നേറ്റ് പിതാവിൻ്റെ കൂടെ യാത്ര ചെയ്ത് ദൈവത്തെ ആരാധിക്കുവാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. പിതാവിനെ അനുസരിച്ചുകൊണ്ട് മോറിയ മലയിലേക്ക് യാത്ര തിരിക്കുമ്പോഴും ആ ആരാധനയിൽ താൻ തന്നെ യാഗവസ്തുവായി തീരേണ്ടി വന്നപ്പോഴുമെല്ലാം ദൈവഹിതത്തിനായി തന്നെ സമർപ്പിക്കുന്ന ഇസഹാക്കിനെ നമുക്ക് കാണാം. ഇസഹാക്ക് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാം. ഉൽപ്പത്തി പുസ്തകം 24:63, അതായത് ഇന്ന് നമ്മൾ കുറിവാക്യമായി വായിച്ച ഭാഗത്ത് കാണുന്നതും വൈകുന്നേരത്ത് ഇസഹാക്ക് ധ്യാനിപ്പാൻ വെളിമ്പ്രദേശത്ത് പോയിരുന്നു എന്നാണ്. ഉൽപ്പത്തി 25:21 തൻ്റെ ഭാര്യ മച്ചിയായിരുന്നതുകൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ യഹോവ അവൻ്റെ പ്രാർത്ഥന കേട്ടു എന്നും അവിടെ പറയുന്നുണ്ട്. തൻ്റെ ഭവനത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ലഭിച്ച ആരാധനാ ജീവിതവും സാക്ഷ്യ ജീവിതവുമാണ് ഇസഹാക്ക് തൻ്റെ ജീവിതത്തിൽ പുലർത്തിപ്പോന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഭവനങ്ങളിൽ നിന്നായിരിക്കണം കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി ദൈവബോധം ലഭിക്കേണ്ടത്. പ്രാർത്ഥനാ ജീവിതം അഥവാ നമ്മുടെ ആരാധനാ ജീവിതം കുഞ്ഞുങ്ങളിൽ വളരെ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ്. ക്രമമായ വേദപുസ്തക വായനയും നാം അനുവർത്തിക്കേണ്ടതായ ഒരു ശീലമാണ്. രണ്ടാമതായിട്ട് ഇസഹാക്കിൻ്റെ ധാർമ്മിക ജീവിതം. സ്വന്തം കുലത്തിൽ നിന്ന് തന്നെ തൻ്റെ മകന് വധുവിനെ അന്വേഷിക്കുന്നതിനായി അബ്രഹാം തൻ്റെ ദാസനെ അയക്കുമ്പോൾ അതിനായി കാത്തിരിക്കുന്ന ഇസഹാക്കിനെ നമുക്ക് കാണാം. തൻ്റെ ചുറ്റും പാർക്കുന്നവരിൽ കനാന്യരും അവർക്ക് കന്യകമാരും ഒക്കെയും ഉണ്ട്. തെറ്റിപ്പോകാനുള്ള ധാരാളം സാധ്യതകളും അന്ന് അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അബ്രഹാമിൻ്റെ ദേശത്തേക്കും ചാർച്ചക്കാരുടെ അടുക്കലേക്കും മടങ്ങിപ്പോകുവാനുള്ള സ്വാതന്ത്ര്യവും ഇസഹാക്കിന് അന്ന് ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെയും തൻ്റെ ധാർമ്മിക ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഇസഹാക്കിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല, ഏക ഭാര്യാത്വമായിരുന്നു ഇസഹാക്ക് അനുഷ്ഠിച്ചത് എന്നും നമുക്ക് മനസ്സിലാക്കാം. അപരിചിതമായ സ്ഥലത്ത് വസിച്ചപ്പോഴും ഗോത്രമാതാക്കൾക്ക്, അതായത് സാറായ്ക്കും റിബേക്കായ്ക്കും അവരുടെ ചാരിത്രഭംഗമോ ബലാത്കാരമോ ഒന്നും നേരിടേണ്ടതായിട്ട് വന്നിട്ടില്ല. എല്ലായിടങ്ങളിലും ദൈവം അവരെ സംരക്ഷിച്ചു എന്നും നമ്മൾ കാണുന്നുണ്ട്. തൻ്റെ പിതാവിനെ പോലെ തന്നെ ഒട്ടേറെ ആടുമാടുകളും ജീവിത സൗകര്യങ്ങളുമൊക്കെയും ഉണ്ടായ ഒരു സമ്പന്നനായിട്ടാണ് നമുക്ക് ഇവരെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അതിനാൽ കിണറുകളെയും ജലത്തിൻ്റെ ഉപയോഗത്തെയും സംബന്ധിച്ചുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അവയെല്ലാം ഒത്തുതീർപ്പിലും സംഭാഷണങ്ങളിലും ഒക്കെ അവസാനിക്കുന്നു. ആത്മീയ മേഖലയിലും തൻ്റെ പിതാവിന് ലഭിച്ചതുപോലെ ദൈവം പ്രത്യക്ഷനാകുകയും മാർഗനിർദ്ദേശം നൽകുകയും ഒക്കെയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഇസഹാക്ക് അധാർമികമല്ല,
തികച്ചും ധാർമ്മിക ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ആരാധനാ ജീവിതങ്ങളിൽ തിരുത്തപ്പെടലുകൾ ഉണ്ടാകുവാനും ധാർമ്മികതയ്ക്ക് മുൻതൂക്കം നൽകുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.